എക്സാലോജിക്കുമായുള്ള ഇടപാടിൽ CMRLലെ പരിശോധനയ്ക്ക് ശേഷം SFIO ഉദ്യോഗസ്ഥർ ആദായനികുതി വകുപ്പിന്റെ ആസ്ഥാനത്തെത്തി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ ആദായനികുതി വിഭാഗം നടത്തിയ കണ്ടെത്തലുകൾ പരിശോധിക്കും. അൽ-അമീൻ നൽകും കൂടുതൽ വിവരങ്ങൾ. അൽ-അമീൻ, ആദായനികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിലാണ് ഈ 1.72 കോടി രൂപയെക്കുറിച്ചുള്ള ആദ്യ വിവരങ്ങൾ പുറത്തുവരുന്നത്. അതേ തുടർന്ന് ഇപ്പോൾ SFIOയിലേക്ക് അന്വേഷണം എത്തുന്ന ഘട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങളിൽ വ്യക്തത തേടുകയാണ് സംഘത്തിന്റെ ലക്ഷ്യം? അൽ-അമീൻ. സുജയ, ഇന്നലെ പകലും രാത്രിയുമായി മണിക്കൂറുകൾ നീണ്ട പരിശോധനയാണ് CMRL ആസ്ഥാനത്ത് ആലുവയിൽ SFIO സംഘം നടത്തിയത്. അതിനു പിന്നാലെ ഇന്ന് വീണ്ടും 6 സംഘം CMRLന്റെ ആസ്ഥാനത്തെത്തുകയായിരുന്നു. അവിടെ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ഈ CMRL ആസ്ഥാനത്ത് പരിശോധന തുടരുന്നതിനിടെയാണ് 2 ഉദ്യോഗസ്ഥർ, ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ നേരത്തെ പരിശോധനയ്ക്ക് ശേഷം സംഘത്തിലുണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥർ CMRL ആസ്ഥാനത്ത് നിന്ന് ഇറങ്ങി ഇപ്പോൾ കൊച്ചിയിലെ ആദായ നികുതി വകുപ്പിന്റെ വിവിധ ഓഫീസുകളിൽ പരിശോധന നടത്തുകയാണ്. പരിശോധനയല്ല, അവിടെ നിന്നുള്ള ചില വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ആദ്യം ഇൻകം ടാക്സിന്റെ പ്രധാന ആസ്ഥാനത്തേക്ക് വന്നു. അതിനുശേഷം മറ്റൊരു ഓഫീസിൽ, ഇൻകം ടാക്സിന്റെ തന്നെ കൊച്ചിയിലുള്ള മറ്റൊരു ഓഫീസിലും ഇപ്പോൾ ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാനാകുന്നത് വീണ വിജയനെതിരായിട്ട് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയ പരിശോധനകൾ അത് ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. നിലവിൽ ഈ CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ ആദായ നികുതി വകുപ്പിന്റെ ഇടക്കാല സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുകൾ പ്രകാരമാണ് അന്വേഷണവും നടപടികളും ഒക്കെ തന്നെ ആരംഭിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം, SFIO സംഘം എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. നിലവിൽ നടക്കുന്നത് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് SFIO സംഘം കടക്കുന്നതിന് മുൻപുള്ള ഒരു പ്രാഥമിക വിവരശേഖരണമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കക്ഷികളുടെ ആരോപണ വിധേയരുടെ, അത് CMRL, KSIDC ഒപ്പം എക്സാലോജിക്, ഇവരുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുടെ മറ്റും രേഖകൾ ശേഖരിക്കുക, പരിശോധിക്കുക. ഇത് പരിശോധിച്ചതിന് ശേഷം ഒരു പക്ഷേ പ്രാഥമിക റിപ്പോർട്ട് SFIO സംഘം കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് അയച്ചേക്കാം. അവിടെ നിന്നുള്ള നിർദ്ദേശാനുസരണമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. നമുക്കറിയാം 8 മാസത്തെ ഒരു സമയപരിധിയാണ് ഈ അന്വേഷണത്തിന് നിശ്ചയിച്ചിട്ടുള്ളത്. ആ 8 മാസം കൊണ്ട് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക. അതിന് 8 മാസം കാത്തിരിക്കാൻ അവർ തയ്യാറല്ല. പക്ഷേ 8 മാസത്തിനകം പരമാവധി വിവരങ്ങൾ ശേഖരിച്ച് ഒരു അന്വേഷണത്തിലേക്കും മറ്റ് നടപടികളിലേക്കും പോവുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത്. അടുത്തയാഴ്ച തന്നെ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് KSIDC ആസ്ഥാനത്തേക്ക്, സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ KSIDC ആസ്ഥാനത്തേക്ക് SFIO സംഘം എത്തും. അതിനേക്കാൾ നിർണായകം എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ്. എക്സാലോജിക്കിന്റെ കമ്പനിയിൽ പോയി, അതിന്റെ ഓഫീസിൽ പോയി വിവരങ്ങൾ ശേഖരിക്കുക പ്രായോഗികമല്ല. അത്തരമൊരു സാഹചര്യത്തിൽ വീണ വിജയനെ വിളിപ്പിച്ചു വരുത്തുമോ വിവരങ്ങൾ ശേഖരിക്കാൻ, മൊഴി രേഖപ്പെടുത്താൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇത്തരത്തിലുള്ള പ്രാഥമിക വിവരശേഖരണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുശേഷം കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അതിനുശേഷം ആ പരിശോധനകൾക്ക് ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് SFIO സംഘം കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം കടക്കുക.